നമ്മുടെ പഴയ എസ് രാജേന്ദ്രൻ ഇപ്പൊ എവിടെയാ? CPM-ന്റെ ഇടുക്കി ജില്ലയിലെ MLA ആയിരുന്ന എസ് രാജേന്ദ്രൻ ഇപ്പൊ ഏത് പാർട്ടിയിലെന്നിട്ടാ? BJP-യിൽ MLA ആയിരുന്നില്ലേ? നിങ്ങൾ കണ്ടതല്ലേ? ആയിഷ പോറ്റി എവിടെയാ ഇപ്പോ? എവിടെയാ? PV അൻവർ ഇപ്പൊ എവിടെയാ? ഒന്നും വേണ്ട. ഇപ്പോഴുള്ള സിറ്റിംഗ് MLA CC മുകുന്ദൻ മാലയിട്ട് സ്വീകരിച്ച് എവിടെ പോയിട്ടാ മത്സരിക്കുന്നത്? എവിടെ പോയിട്ടാ മത്സരിക്കുന്നത്? അപ്പൊ നിങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്, നിങ്ങൾ കാണുന്നുണ്ട് കാര്യങ്ങൾ. ഇനി അത് മാത്രമാണോ? നിങ്ങൾ പരിശോധിച്ചോ? ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഇപ്പൊ നമ്മുടെ പരസ്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വിവാദങ്ങളൊക്കെ മാധ്യമങ്ങൾ പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ, പ്രശ്നമില്ല. പക്ഷെ കണ്ണൂർ ജില്ലയിലെ കാര്യങ്ങളോ? നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ അറിയാം, നമ്മളിപ്പോ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് പറഞ്ഞു ഇച്ചിരി വൈകി. അത് നമുക്ക് പറയാതിരിക്കാനൊന്നും പറ്റൂല, ഇച്ചിരി വൈകി. പക്ഷെ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ എല്ലാം കൂടെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ചിലപ്പം പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ സ്ഥാനാർത്ഥി നമുക്ക് പിൻവലിക്കേണ്ടി വന്നേനെ എന്നുള്ള അവസ്ഥയും അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം അതിന്റെ കാര്യങ്ങൾ. കാരണം എന്താ? ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിനോട് നമുക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വന്നു. ഇപ്പം സുധാരേട്ടന്റെ പേരിൽ പല വാർത്തകളും ഉണ്ടാക്കി. പക്ഷെ തിരിച്ച് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, അപ്പുറത്ത് തളിപ്പറമ്പിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ TK ഗോവിന്ദൻ എന്ന് പറയുന്ന CPM നേതാവ് പറഞ്ഞത് എന്താ? 10-75 വയസ്സിനിടക്ക് 50 വർഷത്തെ പാർട്ടി പ്രവർത്തന പരമ്പരക്കൊടുവിൽ ഒരിക്കൽ പോലും ഒരു വാക്ക് എന്റെ പാർട്ടിക്കെതിരായി ഞാൻ പുറത്തു പറയേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഗോവിന്ദ മാഷും ഭാര്യയൊക്കെ കൂടെ നടത്തുന്ന പാർട്ടിക്കകത്തെ സ്വജനപക്ഷപാതം, ആ സ്വജനപക്ഷപാതത്തെ കുറിച്ച് പറഞ്ഞപ്പോ 3 ടേം ഗോവിന്ദ മാഷ് പിന്നെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് അവര് പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട്. എന്താ വാചകം? പാർട്ടിക്കകത്ത് 2 വിഭാഗമായിട്ട് മാറുന്നു. ഒന്ന് ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവർ, മറ്റൊന്ന് പാർട്ടിയെ സ്നേഹിക്കുന്നവർ. ആ പാർട്ടിയെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്നവർ അവരിപ്പോ പറയുന്നു, ഞങ്ങളുടെ പാർട്ടിയെ നേതാക്കന്മാര് തിരുത്തുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല, അത് ജനങ്ങളും പ്രവർത്തകരും തിരുത്തും. പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കൾ പോലും ഇത്തവണ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പിണറായി വിജയനോ അയാളുടെ ഗവൺമെന്റോ അല്ല, ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളത് അവരുടെ പ്രവർത്തകർ തന്നെ പറയുന്നു. നിങ്ങൾ കണ്ടതാണ്. നമ്മുടെ സുധാരേട്ടന്റെ വാർത്ത കുറെ കൊടുത്തു, പക്ഷെ വേറൊരാൾ അവിടെ പാർട്ടി വിട്ടിട്ടുണ്ട് ഇല്ലേ? അമ്പലപ്പുഴയിൽ മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാര്യത്തിൽ പാർട്ടി തീരുമാനമെന്തോ, ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്തോ, അതിന് നമ്മൾ കാത്തിരിക്കുക. ഹൈക്കമാൻഡിന്റെ തീരുമാനം വരട്ടെ. നമ്മുടെ കാര്യത്തിൽ അതിലിപ്പം ഞാൻ ഒരു കാര്യം പറയാം, MP-മാർ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഈ വേദിയിലും സദസ്സിലുമുള്ള ആർക്കും കഴിയില്ല. സണ്ണി ജോസഫ് MLA ഉൾപ്പെടെയുള്ള KPC പ്രസിഡന്റോട് ബഹുമാനക്കുറവുകൊണ്ട് പറയുന്നതല്ല, അത് പാർട്ടി തീരുമാനം, ഹൈക്കമാൻഡ് തീരുമാനത്തിനാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. ഹൈക്കമാൻഡിന്റെ തീരുമാനം വരട്ടെ. ഞാൻ പറഞ്ഞു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ക്രൗഡ് പുള്ളർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഷാഫി പറമ്പിലായിരുന്നുവെങ്കിൽ 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ക്രൗഡ് പുള്ളർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതും ഷാഫി പറമ്പിലായിരുന്നുവെങ്കിൽ 2026 കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ക്രൗഡ് പുള്ളറും സ്റ്റാർ ക്യാമ്പയിനറും ആരാണെന്ന് ചോദിച്ചാൽ ഒരു തർക്കവുമില്ലാതെ നിങ്ങൾക്ക് പറയാം അത് ഷാഫി പറമ്പിലാണ് എന്ന്. വളരെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി എല്ലാ രാഷ്ട്രീയ സ്ഥിതികളെയും അവസരങ്ങളെയും സിറ്റുവേഷനുകളെയും ഒക്കെ വളരെ കൃത്യമായി നിരീക്ഷിച്ച് കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ട് തന്നെയാണ് ഷാഫിയുടെ ജൈത്രയാത്ര തുടരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് ചർച്ചകളൊക്കെ കഴിഞ്ഞെത്തിയ ഷാഫി ഇന്നലെ നമ്മൾ കോഴിക്കോട്ട് കണ്ടു അല്ലേ, കൊയിലാണ്ടിയിൽ കണ്ടു, അത് കഴിഞ്ഞിട്ട് നാദാപുരത്ത് കണ്ടു, അത് കഴിഞ്ഞിട്ട് വടകരയിലെ മറ്റൊരു മണ്ഡലമായ കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ളയോടൊപ്പം കണ്ടു. ഇപ്പോ ഏറ്റവും അവസാനമായിട്ട് പേരാമ്പ്രയിൽ ഷാഫി കാല് കുത്തുമ്പോ അവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരാളുടെ പേടി സ്വപ്നമാണ് ഷാഫി എന്ന പേര്. ഷാ എന്ന് കേട്ടാൽ പോലും പേടിച്ച് കിട്ടുകിട്ടാന്ന് പറക്കും. KK ശൈലജ. ആ ശൈലജയുടെ പേടി സ്വപ്നമാണ് ആര്? ഷാഫി പറമ്പില്. ആ ഷാഫി പറമ്പില് ഇന്നിപ്പോ കളത്തിലിറങ്ങിയത് പേരാമ്പ്രയിലല്ല, പേരാവൂരിലാണ്. എന്തിനു വേണ്ടിയിട്ട്? അവിടെ സണ്ണി ജോസഫാണ് മത്സരിക്കുന്നത്, KPCCയുടെ പ്രസിഡന്റ്. ആ സണ്ണി ജോസഫിന്റെ തട്ടകത്തില് ശൈലജയ KPCC പ്രസിഡന്റിനെ മലർത്തിയടിക്കാനാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. കേരളത്തിലെ KPCC പ്രസിഡന്റിനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥി ശൈലജ ആണെന്നാണ് ആര് പറയുന്നത്?
MV ഗോവിന്ദൻ പറയുന്നത്. ഗോവിന്ദൻ നിങ്ങളൊന്ന് നോക്കണം. ഗോവിന്ദൻ വളരെ ടാക്ടിക്കൽ മൂവാണ് ഗോവിന്ദൻ്റെ. 3 ടൈം കഴിഞ്ഞതുകൊണ്ടും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടും ഗോവിന്ദന് സീറ്റില്ല. ഗോവിന്ദൻ അപ്പം എന്ത് പണിയെടുത്തു? 2021 എങ്ങനെയായിരുന്നു? അന്ന് വിജയരാഘവനാണ് പാർട്ടി സെക്രട്ടറി. ആര്? വിജയരാഘവൻ. യെസ്, ആ വിജയരാഘവൻ തന്നെ. എന്ന് റൗണ്ടിലിട്ട ആ വിജയരാഘവൻ അന്ന് പാർട്ടി സെക്രട്ടറിയാ. മത്സരിക്കാൻ പറ്റൂല. വിജയരാഘവൻ എന്ത് ചെയ്തു? വിജയരാഘവൻ ഉടനടി ഒരു കളി കളിച്ചു. ബിന്ദു എന്ന് പറയുന്ന തൻ്റെ ഭാര്യയെ അതിനു മുമ്പ് കേരളത്തിൽ ഒരു സഖാവ് പോലും കേട്ടിട്ടില്ല ബിന്ദു എന്ന പേര്. പക്ഷേ തൻ്റെ ഭാര്യയെ വിജയരാഘവൻ മന്ത്രിയാക്കി. മത്സരിപ്പിച്ചു. പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ മന്ത്രിസ്ഥാനം ചോദിച്ചു വാങ്ങിക്കൊടുത്തു ബിന്ദുവിന്. ഇതവിടെ ഒരു മോഡലായിട്ട് നിൽക്കുക. അപ്പോൾ ഗോവിന്ദന് 3 ടൈം മത്സരിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഗോവിന്ദൻ എന്ത് ചെയ്തു? ഉടനടി PK ശ്യാമള എന്ന് പറയുന്ന ആന്തൂറിലെ സാജൻ, നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. ആ ആന്തൂറിലെ സാജന്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള കൊലയാളി PK ശ്യാമള സാജനെ കൊന്നത് എങ്ങനെയാ? വെടിവെച്ചു കൊന്നതാണോ? അല്ല. വടിവാള് കൊണ്ട് വെട്ടിക്കൊന്നതാണോ? അതുമല്ല. കടാര കണ്ടു കുത്തിക്കൊന്നതാണോ? അതുമല്ല. പിന്നെ എങ്ങനെ കൊന്നു? വല്ല വാഹനാപകടവും ഉണ്ടാക്കിയിട്ട് കൊന്നതാണോ? അങ്ങനെയുമല്ല. പിന്നെ എങ്ങനെ കൊന്നു? കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്നതാണോ? അതുമല്ല. പിന്നെ എന്താണ്? എങ്ങനെയാണ് ആന്തൂരിലെ സാജനെ ശ്യാമള കൊന്നത്? അറിയോ നിങ്ങൾക്ക്? ശ്യാമളയുടെ കയ്യിൽ വലിയ ഒരു ആയുധമുണ്ട്. വിഷം തേച്ചു മിനുക്കിയ മൂർച്ചയേറിയ ഒരു ആയുധം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു മനുഷ്യനെ കൊല്ലാൻ ഒരായുധം തന്നെ ധാരാളമാണ്. ഒരു കടാര, ഒരു വടിവാള്, അങ്ങനെ ഒരു കല്ല് തന്നെ ധാരാളമല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ആയുധം തന്നെ ധാരാളമാണ് ഒരു മനുഷ്യനെ കൊല്ലാൻ. അപ്പോൾ ശ്യാമളയുടെ കയ്യിലുള്ള ആയുധത്തിൻ്റെ പ്രത്യേകത എന്താ? അത് മൂർച്ചയുള്ളതാ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മൂർച്ച എന്ന് പറഞ്ഞാൽ അതിഭയാനകരമായ മൂർച്ചയുള്ളതാണ്. മാത്രവുമല്ല, അത് വിഷം പുരട്ടിയത് കൂടിയാണ് ആ ആയുധം. അത് മറ്റൊന്നുമല്ല, ശ്യാമളയുടെ നാവാണ്. ആ നാവ് കൊണ്ടാണ് ശ്യാമള ആന്തൂറിലെ സാജനെ കൊലപ്പെടുത്തിയത്. എന്നിട്ട് സഖാക്കൾ എന്തെഴുതി? ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ സാജൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ ഈ സഖാക്കൾ എന്തെഴുതി പിടിപ്പിച്ചു? സാജന്റെ ഭാര്യയുടെ അവിഹിതം കാരണം ഒരു സ്ത്രീയെ കൂടി. നിങ്ങളൊന്ന് ആലോചിക്കണം. സാജനെ കൊന്നു എന്ന് മാത്രമല്ല, സാജന്റെ ഭാര്യയെ വേശ്യയാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഗോവിന്ദന്റെ ഭാര്യയായ ഈ വിഷലിപ്ത നാവിൻ്റെ ഉടമയായിട്ടുള്ള ശ്യാമളയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. PK ശ്യാമള എന്ന് പറയുന്ന ആ ശ്യാമളയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ശ്യാമള എന്ത് ചെയ്യുന്നു? ഗോവിന്ദൻ്റെ ഒരു ഐഡിയ ആണ്. അന്ന് വിജയരാഘവന് ഭാര്യയെ മത്സരിപ്പിച്ച് മന്ത്രിയാക്കാൻ പറ്റി. ഗോവിന്ദൻ നോക്കുന്നത് തനിക്ക് ഈ പറയുന്ന ഭാര്യയെ മത്സരിപ്പിച്ച് മന്ത്രിയാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഗോവിന്ദൻ്റെ നോട്ടം. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, സാഫി വടകരയിലാവട്ടെ, പേരാമ്പ്രയിലാവട്ടെ, കുറ്റ്യാടിയിലാവട്ടെ, നാദാപുരത്താവട്ടെ, കൊയിലാണ്ടിയിലാവട്ടെ, ബാലുശ്ശേരിയിലാവട്ടെ, കണ്ണൂരാവട്ടെ, തലശ്ശേരിയാവട്ടെ, കൂത്തുപറമ്പാവട്ടെ, മട്ടന്നൂരാവട്ടെ, പേരാവൂരാവട്ടെ, ഷാഫിയാണ്. 140 മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നിങ്ങൾക്ക് പറയാം ഷാഫിയാണെന്ന്. ഇന്നിപ്പോൾ പേരാവൂരിലെ റോഡ് ഷോ നടന്നു കഴിഞ്ഞിട്ട് അവിടെയുള്ള യോഗത്തിൽ സംസാരിക്കുന്ന ഷാഫിയുടെ സംസാരമാണ് നിങ്ങൾ കേട്ടത്. ഈ റോഡ് ഷോ നടക്കുമ്പോൾ, സണ്ണി ജോസഫും ഷാഫിയും ഒരുമിച്ചുള്ള റോഡ് ഷോ നടക്കുമ്പോൾ, ആ റോഡ് ഷോയിൽ ഒരു മാപ്ര പറയുന്നുണ്ട് 100 കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്, വലിയ ജനാരവമാണ്. ഇപ്പം ഷാഫി തിരുത്തുന്നുണ്ട് അവിടെ, എണ്ണി നോക്ക് 100 1000 എന്നുള്ളത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഷാഫി പറമ്പിൽ ഈ തെരഞ്ഞെടുപ്പിലും വലിയ ഒരു ഫാക്ടറായി മാറുകയാണ്. ഏതുപോലെ ഷാഫിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവരുടെ മുന്നിൽ 1,14,506 വോട്ടിന്
കെ ശൈലജ എന്ന് പറയുന്ന കേരളത്തിലെ സ്ത്രീകൾക്ക് തന്നെ അപമാനമായിട്ടുള്ള ഭൂലോക ഫ്രോഡ് സ്ത്രീയെ അടിച്ച് മൂലക്കിരുത്തി ഷാഫി വടകരയുടെ മണ്ണിൽ. എന്തൊക്കെ കഥകളാ ഇറക്കിയത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ? ഷാഫിയെ വർഗീയവാദിയാക്കാനുള്ള ശ്രമങ്ങൾ വരെ നടത്തി. ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഷാഫി വലിയ വർഗീയവാദിയാണെന്ന്. ഞാൻ പറയാണ്, ഈ പറയുന്ന ആളുകളൊക്കെ വടകരയുടെ ജനങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ പാലക്കാട്ടെ ജനങ്ങളുടെ, ഈ രണ്ട് ജനതക്കും ഷാഫിയെ നന്നായിട്ടറിയാം. അവരുടെ ഇടയിലൊന്നും പോയി നിന്നിട്ട് ഷാഫി വർഗീയവാദിയാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ. പിന്നെ പറഞ്ഞ് നാവ് പൊന്തിക്കാൻ ബാക്കിയുണ്ടാവില്ല, ജീവിതം അവസാനിച്ചു പോകും. അപ്പോൾ ഷാഫിയെ വർഗീയവാദിയാക്കാൻ ഒരു കാഫിർ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടാക്കി. എവിടുന്നാ ഉണ്ടായത്? കെ ലതിക എന്ന് പറയുന്ന ഇവരുടെ മുൻ MLA, ഇവരുടെ വനിതാ നേതാവായിട്ടുള്ള ഒരു വനിതാ സഖാവിൻ്റെ മക്കളുടെ ഫോണിൽ നിന്ന് അന്വേഷിച്ചു പോയി പോലീസുകാർ. എവിടെ വരെ പോയി? കെ ലതികയുടെ വീട് വരെ. ഉണ്ടായതിൻ്റെ ഉറവിടം ലതികയുടെ മക്കളുടെ ഫോണാണെന്ന് മനസ്സിലായപ്പോൾ അന്വേഷണം അവിടെ അവസാനിപ്പിച്ചു. നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ എല്ലാ നെറികെട്ട കളികളും കളിച്ചിന് അന്ന് ഷാഫിയെ വടകരയിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്നിട്ടോ എന്താ ഉണ്ടായേ? വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് തുടങ്ങിയോ, എന്ന് വടകര എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ടായോ, ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിയും ഇത്രയും വലിയ ഭൂലോക തോൽവി അറിഞ്ഞിട്ടില്ല വടകരയുടെ മണ്ണിൽ. എന്തിന്? ഇതിന് തൊട്ട് മുൻപത്തെ 2024 നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുൻപത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ പി ജയരാജൻ കെ മുരളീധരനോട് പരാജയപ്പെടുന്നത് അതിലും താഴെ 70,000 അറൗണ്ട് അത്ര വോട്ടിനാണ് പരാജയപ്പെടുന്നത്. മുമ്പ് ഏതെങ്കിലും സ്ഥാനാർത്ഥി ഇത്രയും വലിയ ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാ. അപ്പോൾ ആ ശൈലജ, ഏതാണ് ശൈലജ? ഞാനിപ്പോഴും ഓർക്കുക, വടകരയിലെ ഒരു പ്രചരണ ഘട്ടത്തിൽ മുഹമ്മദ് റിയാസ് വടകരയിൽ മത്സരിക്കുന്ന ശൈലജയ്ക്ക് വേണ്ടി സംസാരിക്കുക. വടകരയിൽ എന്താ പറയുന്നത്? കേരളത്തിൽ അന്ന് കോൺഗ്രസ്സിന് കിട്ടാവുന്ന, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുക, കേരളത്തിൽ കോൺഗ്രസ്സിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥിയാണല്ലോ ആര്? രാഹുൽ ഗാന്ധി. ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥിയാണല്ലോ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി വടകരയിൽ വന്ന് മത്സരിച്ചാൽ പോലും ശൈലജയെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ആര് പറഞ്ഞു? പറ്റില്ല എന്ന് ആര് പറയുന്നു? മുഹമ്മദ് റിയാസ് പറയുന്നു. ആ മുഹമ്മദ് റിയാസിന് മറുപടി പൊട്ടി തുറന്ന് എണ്ണിയപ്പോൾ, വോട്ട് എണ്ണിയപ്പോൾ ഷാഫി പറമ്പിൽ കൊടുത്തു 1,14,506 വോട്ടിന്. രാഹുൽ ഗാന്ധി വേണ്ടി വന്നില്ല. രാഹുലിൻ്റെ അനുയായി വെറും പാലക്കാട്ടെ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ തന്നെ ധാരാളമായിരുന്നു എന്ന് പറയുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇനി ഈ ഷാഫിയുടെ മറ്റൊരു വലിയ ടാലൻറ്റ്, അയാളൊരു സ്റ്റാർ ക്യാമ്പയിനറാണ് എന്ന് ഞാൻ പറയാനുള്ള മറ്റൊരു കാരണം, പാലക്കാട്ടെ 2024 ഉപതെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ 18,806 വോട്ടിൻ്റെ ഭൂരിപക്ഷം, അതും പാലക്കാട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം, അതും പി സരിൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പിമ്പ് കോൺഗ്രസ്സുകാരെ കൂടെ നിന്ന് എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞു നടന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ താനല്ലെന്നറിഞ്ഞ് മറുകണ്ഠം ചാടി ഷാഫിയെയും രാഹുലിനെയും സതീശനെയും തെറിവിളിച്ച് അപ്പുറത്ത് പോയി നിന്ന് മത്സരിച്ചിട്ടും 18,806 വോട്ടിൻ്റെ ഭൂരിപക്ഷം ആരാ ഉണ്ടാക്കിയത്? ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിൽ എഫക്റ്റ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും മലയടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വിശിഷ്യ ഈ പറയുന്ന വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ, അതിന് വടകരക്കകത്തുള്ള പ്രദേശങ്ങളുണ്ട്. കുറ്റ്യാടി, നാദാപുരം, വടകര, കൊയിലാണ്ടി, പേരാമ്പ്ര, കൂത്തുപറമ്പ്, തലശ്ശേരി എന്നൊക്കെ പറയുന്ന, ഇനി അതിന് പുറത്തുണ്ട്, അതിന് പുറത്തുള്ള ഈ പറയുന്ന മട്ടന്നൂര്, പേരാവൂര്, ഇരിക്കൂർ, ഈ പറയുന്ന ബാക്കിയുള്ള മണ്ഡലങ്ങളിലുണ്ട്. അവിടെ തീരുമോ? അവിടെ തീരൂല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട്ടെ ബാക്കിയുള്ള മണ്ഡലങ്ങളിലുണ്ട്, അവിടെയും തീരുമോ? ഇല്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ മലപ്പുറത്തുണ്ട്, അത് കഴിഞ്ഞ് പാലക്കാട്ടുമുണ്ട്, തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കേരളത്തിൽ സകലമാന സ്ഥലങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നോക്കി വെച്ചോ.
കേരളത്തിൽ കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ അത് ഷാഫി പറമ്പിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട.